ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നടക്കാൻ പോകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമായ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കമാകുന്ന ദിവസം കൂടിയാണ്. മണിപ്പൂരിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂരിൽ വലിയ രാഷ്ട്രീയ യുദ്ധം ഈ ഭാരത് ജോഡോ യാത്രയുടെ തുടക്കവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതായത് ആദ്യം അനുമതി നിഷേധിച്ചിരുന്നു, പിന്നീട് ഭാഗികമായി അനുമതി നൽകുന്നു. പക്ഷേ പിന്നീട് പൂർണ്ണമായ അനുമതി നിഷേധിക്കുകയും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയായിരുന്നു. ആ രീതിയിൽ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്നു. ഏതായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെയാണ് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തെ സമീപിച്ചിരിക്കുന്നത്. നോക്കാം, ജിൽബി ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. രാവിലെ ദില്ലിയിൽ വലിയ തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ലൈവിലെത്താൻ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ താപനില അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ടെലിഫോണിലാണ് ജിൽബി ചേരുന്നത്. ജിൽബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ജിൽബി, ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമായ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. മണിപ്പൂരിലാണ് തുടക്കം കുറിക്കുന്നത്. മണിപ്പൂരിൽ വലിയ രാഷ്ട്രീയ യുദ്ധം ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ നടന്നതിന് ശേഷമാണിപ്പോൾ ഇംഫാലിൽ ചെറിയ കൂട്ടം നേതാക്കളുടെ സാന്നിധ്യത്തിൽ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തെ കോൺഗ്രസ് എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? വലിയ പ്രതീക്ഷയോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിക്കഴിഞ്ഞു. എല്ലാ ജനങ്ങളും ഇതിനെ പൂർണ്ണമായിട്ടും വരവേൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ മണിപ്പൂരിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ രൂപപ്പെട്ടിരുന്നു. കാരണം അനുമതിയുമായിട്ട് ബന്ധപ്പെട്ട് മണിപ്പൂരിലെ ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിലായിരുന്നു ഈ യാത്രയുടെ തുടക്കം, അതായത് ഉദ്ഘാടനം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ മണിപ്പൂർ സർക്കാർ ഇതിന് ആദ്യമേ അനുമതി നിഷേധിച്ചു. പിന്നീട് ഉപാധികളോടെ അനുമതി നൽകി. അതായത് ചുരുക്കം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഏകദേശം 1000-നും താഴെ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ചടങ്ങുകൾ നടത്താനെന്നും, അതുപോലെ തന്നെ യാത്രയ്ക്കും പരിമിതികളുണ്ട്. ചുരുക്കിയ ആളുകളെ കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ യാത്ര നടത്താവൂ എന്നാണ് മണിപ്പൂർ സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷെ അവിടെ മണിപ്പൂർ സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാര്യം, കാരണം നിലവിൽ ഇപ്പോഴും മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ തുടരുന്നു. അതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് മണിപ്പൂർ സർക്കാർ പറയുന്നു. ഒപ്പം ഈ പാലസ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ മറ്റൊരു പരിപാടി കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതും അവർ ചൂണ്ടിക്കാട്ടി. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബിരേൻ സിംഗിന് അവിടെ പരിപാടികൾ നടത്താം, പക്ഷേ കോൺഗ്രസ് അവിടെ പരിപാടി നടത്താനായിട്ട് ചെന്നപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. എന്തായാലും BJP ഈ യാത്രയെ ഭയപ്പെടുന്നു. കാരണം ജനങ്ങളെല്ലാം ഇതിനെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മണിപ്പൂരിലെ ഇവിടെ ജിൽബി വളരെ പ്രധാനപ്പെട്ട വിഷയം, ഈ വീണ്ടും രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ തന്നെ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം കടന്നുപോയ വഴികളിലായിരുന്നു ഈ ഇലക്ഷൻ നടന്നത്. പക്ഷേ ആ യാത്രയ്ക്ക് ശേഷവും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആകെ തെലങ്കാനയിൽ മാത്രമാണ് അധികാരം പിടിക്കാൻ പറ്റിയത്. അപ്പോൾ യാത്രയിൽ ആൾക്കൂട്ടം ഉണ്ടായിട്ട് കാര്യമില്ല. അത് പിന്നീട് നിലനിർത്താനുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ വലിയ അപര്യാപ്തത കോൺഗ്രസിനുണ്ട്. ഈ യാത്രയ്ക്കൊപ്പം തന്നെ ആ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു വലിയ വിഷയം കൂടി അവരുടെ മുൻപിലില്ലേ? മനു, തീർച്ചയായും. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി അല്ലെങ്കിൽ അവിടെയേറ്റ ഒരു തോൽവി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ശക്തിയാർജിച്ച് ഒറ്റക്കെട്ടായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിടാനായിട്ടുള്ള സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ കോൺഗ്രസിനേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നിലപാടുകളിലൊക്കെ ഒരു മയപ്പെടുത്തൽ കോൺഗ്രസിന് വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ സംഘടനാപരമായിട്ട് തന്നെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും പാർട്ടിക്കിടയിൽ വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും ഉടലെടുക്കുന്നുണ്ട്. ഈ ഭിന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങുന്നത്. കാരണം ഈ അനുമതികളൊക്കെ നിഷേധിച്ചതിന് പിന്നാലെയാണ് തൗബാലിൽ നിന്ന് യാത്ര തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. തുടർച്ച, അതായത് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്.
പക്ഷേ അപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ യാത്ര എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അവർ ആ രീതിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം കോൺഗ്രസിൻ്റെ മുൻപിലുണ്ട്. അതായത് ഈ യാത്രയിൽ ആളുണ്ടായിട്ട് കാര്യമില്ല, അത് ആ യാത്രയിലുണ്ടായ ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ ആൾബലത്തെ തുടർച്ചയായി നിലനിർത്തിക്കൊണ്ട് പോകേണ്ട സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല എന്നതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അപ്പോൾ അത് പരിഹരിക്കാൻ ഈ യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിലൊന്ന്. അങ്ങനെ പോയാൽ മാത്രമേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടുകളായി മാറ്റാൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. ഏതായാലും ഇന്ത്യ മുന്നണിയും പ്രതീക്ഷയോടെ തന്നെയാണ് ഈ യാത്രയെ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ ആ യാത്രയുടെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് പോകാൻ കഴിയും.